അസ്സാം വലൈക്കും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ കാണാൻ സാധിച്ചു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പണ്ടൊക്കെ ഉസ്താദന്മാർ ടി വി കാണാൻ പാടില്ല, ടി വി ഹറാമാണ്, ടി വി ഷെയ്ത്താനിൻ്റെ പെട്ടികയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതേ ഉസ്താദന്മാർ ടി വിയിലും യൂട്യൂബിലുമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെ കേട്ട് അവിടെ ഇരിക്കുന്ന സ്റ്റേജിലുള്ള മുഴുവനും വെഡ്ഡികൾ ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവിടെയുള്ള ഉസ്താദന്മാർ നമ്മളോട് എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾ ടി വി കാണാൻ പാടില്ല എന്നും പറഞ്ഞാൽ അതിൽ സിനിമ കാണാൻ പാടില്ല, ഫിലിം കാണാൻ പാടില്ല, അനാവശ്യമായ ഹറാമുകൾ കാണാൻ പാടില്ല എന്നായിരുന്നു. പക്ഷെ ഇന്ന് ഉസ്താദന്മാർ യൂട്യൂബിൽ വന്ന് പറയുന്നത് സത്യമായ ഇസ്ലാം ദീനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ടെക്നോളജി എങ്ങനെയാണോ പുരോഗമിക്കുന്നത്, ഡെവലപ്പ് ആകുന്നത്, അപ്ഡേറ്റ് ആകുന്നത്, അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ദീനി പ്രവർത്തനങ്ങൾ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു മദ്രസയിലാകട്ടെ, ഒരു പള്ളിയിൽ ഖുതുബക്ക് ശേഷമാകട്ടെ, നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കൂടി വന്നാൽ ഒരു 400 500 അല്ലെങ്കിൽ 300 അത്ര വ്യക്തികൾക്ക് നമ്മളുടെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ദീനിയായ സന്ദേശങ്ങൾ എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പക്ഷേ ഒരു യൂട്യൂബ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മളൊരു വീഡിയോ ഇട്ടാൽ തന്നെ കുറഞ്ഞിട്ട് 1000 2000 ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 500 എത്രയാണെങ്കിലും നമ്മൾക്ക് അതിനേക്കാൾ കൂടുതൽ ഇതിൽ റീച്ച് കിട്ടും. എന്ന് പറഞ്ഞാൽ ആൾക്കാരിലേക്ക് നമ്മളുടെ ദീനി എത്തും. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സത്യമായ സന്ദേശങ്ങൾ നമ്മളെ കൊണ്ട് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് യൂട്യൂബിൽ ക്ലാസ് എടുത്ത് കൊടുക്കൽ അത്യാവശ്യമാണ്. കാരണം എന്താണെന്നല്ലേ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വിളക്ക് അത് ഇരുട്ടത്തുണ്ടാവുമ്പോഴാണ് അതിന് വാല്യൂ ഉള്ളത്. ഇരുട്ടിൽ വിളക്കിനുള്ള വാല്യൂ അത് വിളക്കിൽ വിളക്കുണ്ടാവുമ്പോൾ അവിടെ അതിൻ്റെ വാല്യൂ കിട്ടുന്നില്ല. ഉള്ളിടത്താണ് പോലീസിന് വാല്യൂ ഉള്ളത് എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് എവിടെയാണോ ഹറാമ് നടക്കുന്നത് അവിടെയാണ് പ്രബോധനത്തിൻ്റെ ആവശ്യമുള്ളത്. അതിനവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ അവിടെ സാഹിത്യം വർദ്ധിക്കുകയും അതിനെ ഹറാമായ രീതിയിൽ യൂസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അവിടെ ഖുർആനിൻ്റെ അത്യാവശ്യമായി വരുന്നത്. അനാചാരങ്ങളിലും അന്ധകാരം അവിശ്വാസങ്ങളിൽ നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകരുടെ അത്യാവശ്യം വരുന്നത്. ഇന്നിപ്പോൾ യൂട്യൂബിൽ ഹറാമുകൾ അധികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് നല്ല ദീനി ക്ലാസ്സുകൾ അത്യാവശ്യമായി വരുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ചോദിക്കുന്നതാണ്, ഉസ്താദുമാർ യൂട്യൂബ് ചെയ്യുന്നുണ്ടല്ലോ, ഇതെന്താണ്, എവിടേക്കെത്തി നമ്മളുടെ കാലമെന്ന്. ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. യൂട്യൂബ് എന്ന് പറയുന്നത് ഇന്ന് എത്രയോ ആൾക്കാർക്കൊരു ആശ്വാസമായി, എത്രയോ ഹറാമിൽ മുങ്ങിക്കൊളിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടർക്ക് തന്നെ ഇതൊരു വിളക്കായി മാറിയിട്ടുണ്ട്, രക്ഷാകപ്പലായി ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നല്ലത് എവിടെയും ചെയ്യാം. മൊബൈൽ എന്ന് പറയുന്നത് തന്നെ നമ്മൾക്കതിനെ വേണമെങ്കിൽ നല്ലതിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ചീത്തക്ക് യൂസ് ചെയ്യാം. അത് നമ്മളുടെ ചോയ്സാണ്, ഇഖ്തിയാറാണ്. ഏതായാലും അത്ര തന്നെ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിലൊരു കത്തി തന്നു കഴിഞ്ഞാൽ തന്നെ വേണമെങ്കിൽ അതിനെന്ത് ചെയ്യാം? ഞാനൊരു ഹിബത്ത് തന്നതാണ്, ഗിഫ്റ്റ് തന്നതാണ്, നിങ്ങൾ എന്ത് ചെയ്തു? അതിനെ പോയി ഒരാളെ കുത്തിക്കൊന്നു അതിൽ. അപ്പോൾ എന്തായി? ഇവിടെ എനിക്ക് തെറ്റെന്ന് പറഞ്ഞ കാര്യമില്ല. ഞാൻ തന്നത് അതിനെ നോമ്പിൻ്റെ സമയത്ത് ആപ്പിൾ മുറിച്ച് തിന്നാൻ വേണ്ടിയാണ്, സുന്നത്തായ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ എന്ത് ചെയ്തു? അതിനെ തെറ്റിലേക്ക് യൂസ് ചെയ്തു. ദാറ്റ്സ് നോട്ട് അവർ പ്രോബ്ലം. സോ ഈ വിഷയത്തിൽ നമ്മൾ ഒന്നുകൂടി അതിനെ പരിഗണിക്കുകയും ആരെന്ത് പറഞ്ഞാലും നമ്മൾ ദീനിയായ ക്ലാസ് എടുക്കണമെങ്കിൽ അതിനെ 4 ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.